ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ ജ്യോതിഷം, വിവാഹപ്പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം, തൊഴിൽ തടസ്സം, വിവാഹ തടസ്സം, ദാമ്പത്യ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഗൃഹദോഷങ്ങൾ, വാസ്തുദോഷങ്ങൾ തുടങ്ങിയവയ്ക്ക് ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങൾ. ഗ്രഹങ്ങളുടെ ഗോചര സഞ്ചാര സ്ഥിതിയും ദശാകാലങ്ങളും ചിന്തിച്ചുള്ള വിവാഹ പൊരുത്ത പരിശോധന. അടിസ്ഥാനപരമായ ശാസ്ത്രീയത കൈവിടാതെയുള്ള മുഹൂർത്തം കുറിക്കൽ, സന്താന ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന കാരണം അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എന്നിവയും നടത്തപ്പെടുന്നു. കല്ലുകൾ, യന്ത്രങ്ങൾ തുടങ്ങിയവ ധരിക്കാനുള്ള നിർദ്ദേശങ്ങളോ ഇല്ലാത്ത രീതി. വിദേശങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ഉള്ളവർക്കും ഫലപ്രദമാക്കാവുന്ന ഓൺലൈൻ കൺസൾട്ടേഷൻ. കൂടാതെ ശാസ്ത്രീയമായ ജ്യോതിഷ പഠനത്തിനും ഓൺലൈൻ സംവിധാനം. ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം, സ്റ്റേഡിയം കോംപ്ലക്സ്, കൊല്ലം 1. ഫോൺ 9846710702. നമസ്കാരം. നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് സ്വാഗതം. ഇക്കുറിയും 7ാം ഭാവം, അതായത് വിവാഹ ഭാവത്തെ പറ്റിയാണ് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് ചോദ്യത്തിലേക്ക് പോകാം. അതായത് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, 7ാം ഭാവത്തിൽ ഗ്രഹങ്ങളില്ലാത്തതും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ഇല്ല എങ്കിൽ ഭർത്താവ് നിന്ദിതനായിരിക്കും, അതായത് വിലയില്ലാത്തവനായിരിക്കും. ഇതിനെപ്പറ്റി നമുക്ക് ആദ്യമേ ഡിസ്കഷൻ പറയാം. ഇതിപ്പം ഹോരാശാസ്ത്രത്തിൽ പറയുന്നത് തന്നെയാണ്. ഹോരാശാസ്ത്രമാണ്. അതെ, ഹോരാശാസ്ത്രത്തിൽ പറയുന്ന കാര്യം തന്നെയാണ്. അപ്പോഴും നമ്മളുടെ ജാതകം പരിശോധിക്കുന്നവർക്കും അതേപോലെ ശുദ്ധജാതകം എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പോയിന്റാണ് ഇത്. എന്ന് വെച്ചാൽ എന്താണ് ആ പോയിന്റിൽ ഒന്ന് പറഞ്ഞിരിക്കുന്നത്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? 7ാം ഭാവത്തിൽ ഗ്രഹങ്ങളില്ലാത്തതും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ഇല്ല ഒരു ഗ്രഹത്തിന്റെ ദൃഷ്ടിയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്നാൽ മാത്രം ആണ് ആ ഭാവം ഒഴിയുന്നുള്ളൂ. ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ല, അല്ലെങ്കിൽ പോട്ടെ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇല്ല എങ്കിലും, പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടെങ്കിലും അത് ശുദ്ധജാതകമാകുന്നില്ല. ശുഭന്മാരുടെ ദൃഷ്ടി ഇല്ലാതെയും ഒരു കോളം ഒഴിഞ്ഞു കിടന്നാൽ നിന്ദ്യനായിരിക്കും ഭർത്താവ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പുരുഷന്മാരുടെ ജാതകത്തിലും. 7ാം ഭാവത്തിൽ ഗ്രഹങ്ങളില്ല, ഒരു ഗ്രഹങ്ങളും ഇല്ല, ഒരു ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ഇല്ല എങ്കിൽ, ശുഭന്മാരുടെ ദൃഷ്ടി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പാപന്മാരുടെ ദൃഷ്ടിയും ഇല്ലെങ്കിൽ ആ ഭാവം ശൂന്യമാണ്. ഭാര്യ ഇല്ല, അല്ലെ നിന്ദ്യൻ, അല്ലെങ്കിൽ ഇല്ലാത്തൊരവസ്ഥ. ഇപ്പൊ നമ്മളെ സർപ്പത്തിന് കേതു തലയില്ലാത്ത ഭർത്താവിനെ കിട്ടും എന്ന് പറയുന്നതിന് പകരം ഹോരയുടെ റെഫറൻസ് എടുത്ത് ഇത് പറയുന്നത് ഉത്തമമായിരുന്നേനെ ആൾക്കാർക്ക്. കാരണം ശൂന്യത, ഭാവം ഒഴിഞ്ഞു കിടന്നാൽ, ഒരു കോളം ഒഴിഞ്ഞു കിടന്നാൽ, 7ാം ഭവനം ഒഴിഞ്ഞു കിടന്നാൽ, ആ ഘട്ടത്തിലേക്ക് ഒരു ഗ്രഹം ഇല്ലാതെ കിടന്നാൽ, ഒരു ഗ്രഹത്തിന്റെ ദൃഷ്ടിയും കൂടി ഇല്ലാതെ വന്നാലാണ് അത് നിന്ദ്യമാകുന്നത്, ശൂന്യമാകുന്നത്. ഏതൊരു ഗ്രഹം നോക്കുന്നോ ആ ഗ്രഹത്തിനെ ആസ്പദമാക്കി ആ ഗ്രഹനില ചിന്തിക്കണം. പാപൻ നോക്കിയാൽ പാപന്റെ ദൃഷ്ടി എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പാപനുമായിട്ട് പാപഗ്രഹങ്ങളുടെ ബന്ധം വരുന്നു. അതിന് വേണ്ട തരത്തിലൊരു ഗ്രഹനില ചേർക്കാനുള്ള അടിസ്ഥാന തത്വം നമ്മൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ഈ 7ാം ഭാവത്തിൽ ബുധനും ശനിയും നിൽക്കുമ്പോൾ ഭർത്താവിന് പുരുഷത്വം ഇല്ല. അതെ, നപുംസകമായിരിക്കും. ഇതും നമ്മളുടെ ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. സ്ത്രീ ജാതക പ്രകരണം അവിടെ സ്ത്രീകളെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് മാത്രമല്ല, വളരെ വളരെ ദുഃഖകരമായ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എല്ലാം അതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ തെറ്റായി പോകുമെന്ന് കൂടി മനസ്സിലാക്കണം. 7ൽ ബുധനും ശനിയും നിന്നാൽ ഭർത്താവ് നിന്ദ്യനാകുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പറഞ്ഞ് അവിടെ മറ്റൊരു ഗ്രഹം നോക്കിയാൽ, ഒരു വ്യാഴം നോക്കിയാൽ അല്ലെങ്കിൽ ഒരു ശുക്രൻ നോക്കിയാൽ അതിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വരുന്നു. നമ്മൾ ഒരു പാഠം ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഫോളോ ചെയ്യുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയിട്ട് കാര്യമില്ല. അവിടെ ലഗ്നത്തിൽ ഒരു വ്യാഴം നിൽക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാവത്തിൽ നിന്നുകൊണ്ട്, 3ാം ഭാവത്തിൽ നിന്നുകൊണ്ട് 7ലേക്ക് വ്യാഴം നോക്കിയോ ചെയ്താൽ ഈ ബുധൻ്റെയും ശനിയുടെയും സ്വഭാവത്തിന് വ്യത്യാസം വരുന്നു. ഇനി 7ാം ഭാവത്തിൻ്റെ അധിപനാണ് ശനിയെങ്കിൽ
നമുക്ക് ഈ തരത്തിലുള്ള വിലയിരുത്തൽ പറ്റത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ചേർത്ത് വേണം നമ്മൾ ചിന്തിക്കാൻ. അപ്പോൾ എവിടെയും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ഗ്രഹനില പരിശോധിക്കുമ്പോൾ അവിടെ ബന്ധപ്പെടുന്ന ഗ്രഹങ്ങളെയും കൂടി, അതായത് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങളുടെയും കൂടി ഫലം എടുത്തുകൊണ്ട് മാത്രമേ ചിന്തിക്കാവൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ 7ാം ഭാവം ചരരാശിയാണെങ്കിൽ ഭർത്താവ് എന്നും സഞ്ചാരിയാവുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ 7ാം ഭാവം ചരരാശിയാണ്, അവിടെ ശനി നിൽക്കുകയും കൂടെ ചെയ്യുന്നു. അദ്ദേഹത്തിനാണെങ്കിൽ എങ്ങും യാത്ര ചെയ്യുന്നത് ഇഷ്ടമേ അല്ല. അതാണ് ഏറ്റവും വലിയ തമാശ. യാത്ര എന്ന് പറയുമ്പോൾ, എനിക്ക് ഇത്രയും ദൂരം പോകാൻ വയ്യ, എനിക്ക് അവിടം വരെ പോകുന്നതിന് എന്തുമാത്രം യാത്ര എന്ന് പറയുന്ന ഒരാളാണ്, എങ്ങും പോയിട്ടില്ല. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ പ്രമാണത്തിനെ ഫോളോ ചെയ്യുന്ന ആളാണ്, എനിക്ക് പ്രമാണം ഭയങ്കര അടിസ്ഥാനമാണെന്ന് പറയുന്ന ഓരോരുത്തരും ചിന്തിക്കണം. എടുത്തു വെച്ചിട്ട് നോക്കണം. എല്ലാ ആൾക്കാരുടെയും 7ാം ഭാവത്തിന്റെ അധിപൻ ചരരാശിയാണെങ്കിൽ, അല്ലെങ്കിൽ ഭാവാധിപൻ അല്ലെങ്കിൽ ഭാവം ചരരാശി എന്ന് പറഞ്ഞാൽ സഞ്ചാരം, സഞ്ചാരപ്രിയൻ എന്നുള്ളതാണ്. ആ ചരരാശിയായിട്ട് വരുന്ന എല്ലാവർക്കും ഭർത്താക്കന്മാര് ദൂരദേശത്താണോ വിദേശത്താണോ സഞ്ചാരിയാണോ എന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ അതിന് ഘടകങ്ങളുണ്ട്. 7ാം ഭാവാധിപൻ പോയി നിൽക്കുന്നത്, അല്ലെങ്കിൽ 7ാം ഭാവത്തിലേക്ക് നോക്കുന്ന ഗ്രഹങ്ങൾ, ഇവരെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഈ എന്തിനാണ് ഞാൻ ഇത് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു കാര്യം ഫോളോ ചെയ്യും, വേണ്ടാത്ത എന്തുണ്ടോ അതിനെ എടുത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊണ്ടുപോവുക എന്ന് വെച്ചാൽ, ഒരു ദാമ്പത്യ ജീവിതം ഇല്ലാതാക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളത് ഭയങ്കര ദോഷമാണ്. ആക്സിഡൻ്റ് ആണ്, പിന്നെ വൈകല്യം വരും, ദശാസന്ധി വന്നാൽ വൈകല്യം വരും എന്നൊക്കെ പറഞ്ഞാലല്ലേ ഒരു കല്യാണം മുടക്കാൻ പറ്റൂ. ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ളത് അവനവൻ്റെ ജീവിതത്തിൽ ഒന്നും അപ്ലൈ ചെയ്ത് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ ദശാസന്ധി വന്നിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ദശാസന്ധി വന്നിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോഴല്ലേ ഈ ജ്യോത്സ്യന്മാർ പറയുന്ന ഈ വൈകല്യത്തിൻ്റെ കാര്യം മനസ്സിലാവും. അതേപോലെ ചരരാശി 7ാം ഭാവം ചരരാശിയാണെങ്കിൽ ഭർത്താവ് ദൂരദേശ യാത്ര ചെയ്യുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ വിദേശത്തായിരിക്കും, പരദേശത്തായിരിക്കും എന്ന് പറയുമ്പോഴും നമ്മൾ എല്ലാവരുടെയും ജാതകം ശരിയാണോ എന്ന് പരിശോധിക്കണം. പ്രമാണത്തിൽ പറഞ്ഞത് അതേപോലെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തെറ്റുകൾ നമുക്ക് പറയേണ്ടി വരും, ആൾക്കാരുടെ കയ്യിൽ നിന്ന് അടിയും കിട്ടും എന്നുള്ളതും കൂടി മനസ്സിലാക്കി തരാൻ. നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് ചെയ്യുന്ന ഒരു രോഗത്തിന് വേണ്ടി നമ്മൾ കാണുകയാണ്. അപ്പോൾ ഡോക്ടർ കുറച്ച് മരുന്ന് എഴുതുന്നുള്ളെങ്കിൽ, ഇപ്പോൾ ആൾക്കാരുടെ ഇടയിൽ ഒരു പൊതുവെ വിഷയമുണ്ട്, അദ്ദേഹം മരുന്ന് തരത്തില്ല. അതേപോലെ ഈ എനിക്ക് അതുകൊണ്ട് കുറച്ച് ഈ പറയപ്പെടുന്ന തരത്തിലുള്ള ആൾക്കാരുടെ ഒരു എന്താ കുത്തൊഴുക്ക് കുറവാണ്. കാരണം ഈ യന്ത്രം, അതേപോലെ പരിഹാരം, ഇങ്ങനെയൊക്കെയുള്ള കാര്യം എഴുതി കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് ടോക്കൺ വെച്ചിട്ട് ടൈമൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് അവർ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പം പരിഹാരം പറഞ്ഞാലാണ് ജ്യോത്സ്യൻ എന്ന് മനസ്സിൽ ധരിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. അവരെ ഏറ്റവും വലിയ കള്ളരാണെന്നുള്ളത് മനസ്സിലാക്കണം. ജ്യോതിഷത്തിന് പരിഹാരം ചോദിക്കുന്നത് നമ്മളുടെ പ്രാർത്ഥന, നമുക്ക് ദൈവത്തിനെ ഏതെങ്കിലും പ്രാർത്ഥനയിൽ കൂടി നമുക്ക് നമ്മളെ കൊണ്ട് മനസ്സിനൊരു സംതൃപ്തി വരുത്തുക. നമ്മളിലൊരു സഹസ്രനാമം ചൊല്ലുന്നതിലൂടോ അല്ലെങ്കിൽ ഗായത്രി മന്ത്രം ചൊല്ലുന്നതിലൂടോ നമുക്കൊരു ഓറ പ്രൊഡ്യൂസ് ചെയ്തിൽ നമുക്കൊരു ദൈവാധീനം നമ്മളിലോരുണ്ടാക്കിയാൽ നമ്മൾ മറ്റ് ആൾക്കാരടുത്ത് പരിഹാരത്തിന് പോകേണ്ട കാര്യമില്ല, യന്ത്രമോ കല്ലോ ധരിപ്പിക്കേണ്ട ആവശ്യവുമില്ല. ഇതാണ് നമ്മളുടെ ശാസ്ത്രം എന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഈ പറഞ്ഞ കണക്ക് ഡോക്ടർമാർ മരുന്ന് കുറച്ച് എഴുതിയ ആ ഡോക്ടർ നല്ലതല്ല എന്ന് ചിന്തിക്കുന്ന പോലെ തന്നെ ആണ് ജ്യോതിഷികൾ. പരിഹാരം കുറച്ച് പറഞ്ഞാലും അതേപോലെ കല്ലുകൾ യന്ത്രങ്ങൾ ഒന്നും കൊടുത്തില്ലെങ്കിലും ആ ജ്യോതിഷി അത്ര വലിയ കാര്യമായിട്ട് ചിന്തിക്കത്തില്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് കട്ടിക്കുള്ള കാര്യങ്ങൾ പറഞ്ഞാലാണ്
ചില ജ്യോതിഷികളാവുന്നതും. നമ്മളിതൊന്നും അല്ല, ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രമാത്രമേ ഉള്ള വാല്യൂ ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടത്തുള്ളൂ. എന്നാലും വേണ്ടിയില്ല, ശാസ്ത്രം അധപ്പതിക്കാൻ പാടില്ല, സത്യമല്ലാത്ത കാര്യം പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ള എൻ്റെ ഗുരുനാഥൻ്റെ ലക്ഷ്യം എനിക്ക് നടപ്പിലാക്കണം. അപ്പോൾ തന്നെ നമ്മളെ ഈ ജ്യോതിഷന്മാരോട് ചെല്ലുമ്പോൾ തന്നെ അവർ ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആദ്യമേ തന്നെ കൊണ്ടുവന്ന എൻ്റെ മകൾ അല്ലെ മകൾക്ക് എല്ലാ പൊരുത്തവും ഉണ്ട്, നന്നായി. അപ്പോൾ ഈ ജ്യോത്സ്യം നോക്കിയത് ശരിയാണോ, ഇദ്ദേഹം ഉടനെ കൊണ്ടുവന്നുകൊണ്ട് ഇത് കറക്റ്റാണെന്ന് പറഞ്ഞല്ലോ എന്നുള്ള ഒരു സംശയം പോലും മാതാപിതാക്കളുടെ ഇടയിൽ ഇപ്പം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ പോലും അല്ല, പിന്നെ വേറൊരു അത് തന്നെയാണ് ഈ പറഞ്ഞത്. പൊരുത്തമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു ഇതാന്ന് പറഞ്ഞാൽ പിന്നെ ഈ മാതാപിതാക്കൾക്ക് ഒരു പ്രശ്നമുണ്ട്. 3 ജ്യോത്സ്യന്മാരെ കാണിക്കും. ഒരു ജ്യോത്സ്യനെ കാണിച്ചാൽ പോരാ, ഒന്നും കൂടി അനലൈസ് ചെയ്യും. ഇപ്പൊ നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഫോണിൽ കൂടെ വിളിച്ചു, പൊരുത്തമുണ്ട്, ഞാൻ ജാതകം ചേരും, നിങ്ങൾക്ക് കല്യാണം നേരത്തെ. അപ്പൊ എന്തുവാ, ആൺകുട്ടിയുടെ ഗ്രഹനില എടുക്കണം, അവർക്ക് വേറെയും നോക്കണം. അവർ വേറെ ഒന്നല്ല നോക്കണ്ടേ, മൂന്ന് സ്ഥലത്ത് നോക്കണം. 3 സ്ഥലത്ത് നോക്കിയിട്ട് വന്നാൽ അവരുടെ മകള് കല്യാണം കഴിക്കത്തില്ല, അത് ഉറപ്പാ. കാരണം ഒരാൾ ചേരുമെന്ന് പറയും, ഒരാൾ ചേരത്തില്ല എന്ന് പറയുന്നുള്ള അവസ്ഥകളാണ് ഈ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഒരു ജ്യോതിഷം ഒരു കൃത്യമായിട്ട് പഠിച്ച ഒരാള് കാര്യമായിട്ട് പറഞ്ഞു തന്നാൽ അതിന്റെ ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഈ ഒരുപാടിടത്ത് നോക്കി എല്ലാം കൃത്യമാക്കാം എന്നുള്ള ഒരു മനസ്സിൻ്റെ ധാരണയാണ് അവിടെ തെറ്റുന്നത്. അപ്പം ഏതെങ്കിലും ഒരാൾ അയ്യോ നിങ്ങളുടെ മോള് ഈ ആളെ കല്യാണം കഴിച്ചാൽ വൈകല്യം വരും, അല്ലെങ്കിൽ അയാൾക്ക് അപകടം സംഭവിക്കും, അയാൾക്ക് ഇങ്ങനെ വരുമെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവരുടെ ജീവിതത്തിൽ കല്യാണം നടക്കേണ്ട അവസ്ഥ മോശമായി പോയി. അതായത് ഈ കുട്ടികളെക്കാളും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അതെ മാതാപിതാക്കളാണ്. അതിനകത്ത് ഒരു സംശയമില്ല. ഈ പേരൻസ് ആവശ്യമില്ലാതെ അലയുന്നത് കൊണ്ടാണ്. അതേപോലെ നക്ഷത്രപ്പൊരുത്തം എന്ന് പറഞ്ഞ് കാട് കയറി നടക്കുകയാണ്. നമ്മൾ എന്തൊക്കെ ഉപദേശിച്ചാലും പിന്നെ അവസാനം വന്ന് നിൽക്കുന്ന എത്ര പൊരുത്തം ഉണ്ടെന്ന് അത്രയും ബന്ധുക്കൾ തന്നെ ചോദിക്കും, അത് ഇവര് ഒന്നുകൂടെ ഒന്ന് നോക്കുന്നത് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അവര് ഒന്നുകൂടെ നോക്കാനായിട്ട് ഇറങ്ങും. ഒരു കാരണവശാലും നക്ഷത്ര പൊരുത്തത്തിൻ്റെ പിന്നാലെ പോകാതെ ജാതകത്തിനെ കുറിച്ച് ഗ്രഹനിലയെക്കുറിച്ച് കൂടുതൽ ഒന്നും ബോധവാന്മാരാകുക. ഏത് ലഗ്നമാണോ ആ ലഗ്നത്തിൻ്റെ 7ാം ഭാവമാണ് വിവാഹഭാവം. അതെ, അതുപോലെ തന്നെ നമുക്ക് ഈ 7ൽ പാവദൃഷ്ടിയോടുകൂടി സൂര്യൻ നിൽക്കുമ്പോൾ അതെ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടും. അതെ, അങ്ങനെ മാത്രം പറയുന്നു. മാത്രമല്ല ഇനിയുമുണ്ട് സ്ത്രീ ബർഗത പരിഭവം മതകെ പതങ്ക, സ്ത്രീയാൽ ഉപേക്ഷിക്കപ്പെടുന്നതുമുണ്ട്. അതായത് പാപദൃഷ്ടിയോടുകൂടി 7ൽ സൂര്യൻ നിന്നാൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടും എന്ന് പറയുന്നത് മാത്രമല്ലാതെ പുരുഷന്റെ ജാതകത്തിലായാലും സ്ത്രീയുടെ ജാതകത്തിലായാലും ലഗ്നത്തിനോ 7നോ സൂര്യന്റെ ബന്ധം വന്നാൽ അത് ചൊവ്വയെ പോലെയല്ല. എല്ലാവരും 8ൽ നിൽക്കുന്ന ഒരു ചൊവ്വയെ സന്ദർശിക്കാനായിട്ട് നടക്കുകയാണ്. ഈ നക്ഷത്ര പൊരുത്തത്തിനെ പോലെ വേറൊരു വൈറസാണ്, വൈറസ് കോവിഡിനെ പോലെ ഒരു രോഗമാണ് 8ലെ ചൊവ്വ. 7ലെ ചൊവ്വയ്ക്ക് 8ലെ ചൊവ്വയുള്ള ആളിനെ, 8ലെ ചൊവ്വയുടെ സ്ത്രീക്ക് 7ലെ ചൊവ്വയുള്ള പുരുഷന് ഒരു ശാസ്ത്രവും അല്ല. അത് തീർത്തും തെറ്റാണെന്ന് ചലഞ്ച് ചെയ്യാം. ഞാൻ ഒരുപാട് ഗ്രഹനിലകൾ കാട്ടിത്തരാം. ചൊവ്വയെ അല്ല നോക്കണ്ടേ, ഭാവമാണ് നോക്കണ്ടേ, 7ാം ഭാവാധിപനെയാണ് നോക്കണ്ടേ. 7ാം ഭാവാധിപൻ ബലവാനാണോ നോക്കുക, 8ലെ ചൊവ്വയുടെ പിന്നാലെ പോകാതിരിക്കുക. അതേപോലെ തന്നെയാണ് ഇവിടെ സൂര്യൻ. ഈ സൂര്യൻ എന്ന് പറയുന്ന ആള് 7ലേക്ക് വന്നാൽ ഉപേക്ഷിക്കപ്പെടും എന്നുള്ളത് സ്ത്രീ ആയാലും പുരുഷനായാലും 2 പേർക്കുമുണ്ട്. അവിടെ പിന്നെ പാപന്റെ ദൃഷ്ടിയും കൂടെ വന്നാൽ പിന്നെ തീർത്തും നമുക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ്. അങ്ങനെ വരുന്നിടത്ത് പാപനെ ചേർക്കുന്ന ജാതകമല്ല ചേർക്കേണ്ടത്. 7ൽ ഒരു സ്ത്രീയുടെ ജാതകത്തിൽ ചൊവ്വയോ സൂര്യനോ ബന്ധം വരികയാണെങ്കിൽ പുരുഷന്റെ ജാതകത്തിൽ 7ന് ശുഭബന്ധം, 7ാം ഭാവാധിപൻ ബലവാനായിരിക്കണം. അവിടെയാണ് പോയിന്റ്. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നമുക്ക് എപ്പോഴും ആലോചിക്കേണ്ട 2 പേർക്കും ഒരേപോലെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ 2 പേരെയും ആ ദോഷങ്ങൾ ബാധിക്കുമെന്നുള്ളൊരു കോമൺ സെൻസെങ്കിലും എടുത്തൊന്ന് ചിന്തിച്ചുകൂടെ? പാവനെ ചേർക്കണമെന്ന് ജ്യോത്സ്യൻ പറഞ്ഞു നടക്കുന്നതിനെ ആലോചിക്കുമ്പം അവിടെ പാപം ചിന്തിക്കേണ്ടെന്ന് ഒരു ജ്യോത്സ്യൻ്റെ അടുത്തും ഒരു പുസ്തകങ്ങളിലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം.
അതേപോലെ തന്നെയാണ് ഈ ഏഴിൽ പാപദൃഷ്ടിയോടുകൂടി കുജൻ നിൽക്കുമ്പോൾ ബാല്യത്തിൽ വിധവയാകും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ലോജിക്ക് അതാണ് കുജൻ ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ ബാല്യത്തിൽ വിധവയാകും എന്ന് പറഞ്ഞാൽ അങ്ങനെ എത്ര ജാതകങ്ങൾ ഏഴിൽ കുജൻ നിൽക്കുന്നവരുടെ ഉണ്ട്. ഇവരെല്ലാം ബാല്യത്തിൽ വിധവയായോ എന്നും കൂടി പരിശോധിക്കണം. നമ്മൾ ഈ പറഞ്ഞ ശാസ്ത്രത്തിനെ ഇത് ഹോരാശാസ്ത്രത്തിലെ സ്ത്രീജാതക പ്രകരണത്തിലെ 5-6 പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞത്. ഇത്രയും ഞാൻ ഇത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ പ്രമാണം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കും കൂടി ഒരു ബോധം വേണം. ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഏഴിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ആ ചൊവ്വ ഏത് ഭാവത്തിൻ്റെ അധിപൻ, ഏത് ലഗ്നത്തിൻ്റെ അധിപൻ, ഏത് ലഗ്നത്തിൻ്റെ ഏത് ഭാവം, അവിടേക്ക് നോക്കുന്ന ഗ്രഹം ഏത്, ഭാവാധിപൻ എവിടെ നിൽക്കുന്നു, ഇതിനും കൂടി പ്രാധാന്യം കൊടുക്കണം. ചൊവ്വയുടെ പിന്നാലെ മാത്രമല്ല പോകേണ്ടത്. ഏഴിൽ ചൊവ്വ നിന്നാൽ ആ ചൊവ്വ നിൽക്കുന്ന ഏത് രാശിയാണോ ആ രാശിയുടെ അധിപനെ നോക്കണ്ട എന്ന് ഹോരാധിപൻ പറഞ്ഞിട്ടില്ല. ഹോരാധിപൻ പറഞ്ഞിരിക്കുന്നത് ഏഴിൽ ചൊവ്വ നിന്നാൽ ഇങ്ങനെ ഒരു സൂചന ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം, ഭാവാധിപൻ എവിടാന്ന് നമ്മൾ നോക്കണം. അത് നോക്കണ്ടെന്ന് ഹോരാധിപൻ പറഞ്ഞിട്ടില്ല. ഏഴിൽ ചൊവ്വ നിന്നാൽ വിധവയാണ് എന്ന് പഠിച്ചു വെക്കുന്നതിനോടൊപ്പം നമ്മളെ വിശേഷ ബുദ്ധിയും കൂടെ ഉണരണം. ഏഴാം ഭവനത്തിൻ്റെ അധിപൻ ആര്, ആ ഭവനത്തിൻ്റെ അധിപൻ ഏത് തരത്തിൽ നിൽക്കുന്നു, ഭവനത്തിലേക്ക് ആ ചൊവ്വയെ ഏത് ഗ്രഹം ദൃഷ്ടി ചെയ്യുന്നു, ഇതൊക്കെ നോക്കിയിട്ട് വേണം ഈ ബാല്യത്തിൽ വിധവയാകുമോ ഇല്ലയോ എന്ന് പറയാൻ. അതും കൂടി അത് ഹോരാധിപൻ പറഞ്ഞിട്ടില്ല, നോക്കണ്ടാന്ന്, ഭാവം നോക്കണ്ടാന്ന് പറഞ്ഞിട്ടില്ല. ഇതും കൂടി മനസ്സിലാക്കി തരാനാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ അവതരിപ്പിച്ചതും. അടിസ്ഥാനപരമായിട്ട് ഇതിനൊക്കെ ഒരു മാറ്റം വരണ്ടെന്ന് വെച്ചാൽ അത് ജ്യോതിഷികളും ഈ പാരൻസ് ഇനി കുറച്ചും കൂടി അവയർനെസ് കുറച്ചും കൂടി അവർക്ക് കാണിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഈ 7-ലെ ചൊവ്വ 8-ലെ ചൊവ്വ എന്ന് സ്വയം ഒരു കോളം എണ്ണി ആ ലഗ്നത്തിന്റെ എണ്ണി പിടിച്ചു പോകുമ്പോൾ അപ്പം ലഗ്നത്തിനെ എണ്ണി കുജനെ നോക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ ഈ നക്ഷത്രത്തിനെ വിടാൻ മനസ്സ് കാണിക്കുന്നത്, ഈ ചന്ദ്രനെ വിടാൻ മനസ്സിലായി. ചന്ദ്രനാണ് നക്ഷത്രം. ഞാൻ അതേപോലെ ചന്ദ്രൻ ഇങ്ങനെ ഓരോ ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാലും ആ ജാതകത്തിന്റെ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ചന്ദ്രനൊരു കാരകത്വമുണ്ട്. ആ ചന്ദ്രൻ ആ കാരകത്വം, ആ നക്ഷത്രം നോക്കി നിങ്ങൾ പോകുമ്പോൾ അവിടെ വരുന്ന തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നക്ഷത്രത്തിന് മാത്രം അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കരുത്. നക്ഷത്ര പൊരുത്തം നോക്കിയേ ചേരുത്, അത് ഫേക്കാണ്, അത് തെറ്റാണ് ആ ഒരു നക്ഷത്ര പൊരുത്തം. അതേപോലെ ഗ്രഹനിലയിലേക്ക് വരിക, അവിടെ നിൽക്കുന്ന ഗ്രഹത്തിനെ നോക്കുക, ഭാവത്തിലേക്ക് നോക്കുക, ഭാവാധിപൻ എവിടെയെന്ന് നോക്കുക, ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹമാര്, ഭാവത്തിലേക്ക് നോക്കുന്ന ഗ്രഹമേത് എന്നുള്ളതിനെ പരിഗണിക്കുക. അല്ലാതെ ചൊവ്വയെന്നും 8-ലെ ചൊവ്വയെന്നും 7-ലെ ചൊവ്വയെന്നും പറഞ്ഞ് കാണാതെ പഠിച്ചത് മറന്നേക്കുക. അതിനകത്തൊരു തത്വമില്ല, ശാസ്ത്രമില്ല. ശാസ്ത്രം എന്ന് പറയുന്നത്, സയൻസ് എന്ന് പറയുന്നത് ഭാവം ചിന്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഭാവത്തിലേക്ക് വരിക. ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഒരുപാട് ദാമ്പത്യ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോയത് കണ്ടിട്ട് ദുഃഖകരമായുള്ള അവസ്ഥയിൽ വന്നിട്ടാണ്. അതെ, പൊരുത്ത പരിശോധനയുടെ അശാസ്ത്രീയത മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഞാൻ ഈ ഒരു വേദി ഒരുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ഒരു പ്രോഗ്രാം തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പാപദൃഷ്ടിയോടുകൂടി 7-ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ ജനിച്ചവൾ കന്യകയായി വാർദ്ധക്യത്തിലെത്തുമെന്ന് അതായത് 7-ൽ ശനി നിൽക്കുന്നവരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. 7-ൽ ശനി നിൽക്കുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ജാതകത്തിൽ 7-ൽ ശനി നിൽക്കുകയാണ്. അത് സ്ത്രീയാണ് പറഞ്ഞെങ്കിലും പുരുഷനായാലും 7-ൽ ശനി നിൽക്കുന്നു. അദ്ദേഹം വാർദ്ധക്യത്തിൽ കന്യകനായിട്ട് തന്നെ തുടരുന്നോ എന്ന് കൂടി ആലോചിക്കണം. കാരണം 7-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് മകരൻ രാശിയിലാണ്. കർക്കിടക ലഗ്നത്തിന്റെ 7-ൽ ശനി നിൽക്കുന്നു. അപ്പം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലായിടത്തും അപ്ലൈ ചെയ്യരുത്. ശനി 7-ൽ നിന്നാലും ആ 7-ാം ഭാവാധിപനെയും കൂടി നോക്കണം. ഞാൻ വീണ്ടും ഇത് എന്തിനാ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പോയിന്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് അപ്പടി എടുത്ത് അപ്ലൈ ചെയ്യുക.
എന്നുള്ളൊരു പ്രൊസീജിയർ നമ്മൾ കണ്ടുവരുന്നു. അല്ല, അപ്പൊ ആ ഭവനാധിപനെ നമുക്ക് വേണ്ടേ? ഭവനാധിപൻ ഒരു റോളില്ലേ? ശനി നിൽക്കുന്നത് ഓക്കെ, ഏതെങ്കിലും ഒരു രാശിയിൽ ശനി നിന്നാൽ, ഇപ്പൊ വ്യാഴത്തിന്റെ രാശിയിലാണ് ശനി നിൽക്കുന്നത്, കന്നി ലഗ്നമാണ്, ശനി 7-ൽ നിൽക്കുന്നു. അപ്പൊ ആ ഈ കന്നി ലഗ്നത്തിന്റെ 7-ാം ഭാവം മീനമാണ്. ആ മീനത്തിന്റെ രാശിയുടെ അധിപൻ വ്യാഴമാണ്. ആ വ്യാഴം ഉച്ചനായിട്ട് നിൽക്കുകയാണ്, അവിടേക്ക് ശനിയെ നോക്കുന്നു. അപ്പൊ ആ രീതി മാറിയില്ലേ? അത് ചിന്തിക്കണ്ടേ? ഇവിടെയാണ് നമ്മുടെ ശാസ്ത്രം തെറ്റുന്നത്. ഒരു പാപൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ പാപൻ 7-ൽ പാപൻ എന്നുള്ള മുദ്ര കുത്തി അവരെ ഏതെല്ലാം തരത്തിൽ വലിച്ചഴയ്ക്കാമോ ആ തരത്തിലെല്ലാം വലിച്ചഴച്ച് നാശകോശമാക്കി ഒരു ജാതകവും വിവാഹത്തിന് യോജിച്ച തരത്തിൽ എത്തിക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ അവസാനിച്ചിരിക്കുകയാണ്. അത് ഒന്ന് മാറ്റപ്പെടണം. ആ ഒരു മാറ്റണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഞാൻ അവതരിപ്പിച്ച് കൊണ്ടുപോകുന്നത്. ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്തെങ്കിലും ഇത് ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടെങ്കിൽ നമ്മൾ വളരെയേറെ അതെ 10 പേർക്കെങ്കിലും ഒന്ന് ബുദ്ധിയിൽ ഇത് ഉദിച്ചു എന്ന് കണ്ടാൽ നമുക്ക് സന്തോഷം. എന്ത് കണ്ട വെച്ചാൽ എൻ്റെ സാറ്, എൻ്റെ ഗുരുനാഥൻ എന്നും പറയാറുണ്ട്, മാറും ഇത് ഒരു കാലഘട്ടത്തിൽ, തിരിച്ചറിയും എന്ന് പറയും. പക്ഷെ ആ തിരിച്ചറിയുന്ന കാലഘട്ടം വരട്ടെ. ഇതിൽ കൂടി ഒരു വേദി എനിക്കുണ്ടാക്കാൻ പറ്റിയാൽ ആ സാറിൻ്റെ ഒരു ലക്ഷ്യത്തിന് ഞാനും ഒരു സപ്പോർട്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു കാര്യം ഞാൻ അവതരിപ്പിക്കുന്നത്. ശരിക്കും ജ്യോതിഷം നമ്മളൊരു കാൽക്കുലേഷൻ ആണ്, ശരിക്കും കണക്കുകളുടെ ഒരു പ്ലാനറ്റ്സിന്റെ ഇൻഫ്ലുവൻസിനകത്ത് നമുക്കുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റൂല. അതുപോലെ തന്നെ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന 2-ലധികം ആഗ്നേയ ഗ്രഹങ്ങൾ മൂലം സ്ത്രീ വിധവയായി തീരുമോ എന്നുള്ള 2 ആഗ്നേയ ഗ്രഹങ്ങൾ നല്ലതല്ല. അത് സ്ത്രീക്കെന്നല്ല, പുരുഷനായാലും. ഒരു സൂര്യനോ ചൊവ്വയോ 7-ൽ നിൽക്കുന്നത്, സൂര്യൻ നിൽക്കുന്നത് തന്നെ ഇവിടെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവിടെ ചൊവ്വയും കൂടെ നിൽക്കുകയാണെങ്കിൽ 2 ആഗ്നേയ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ഭാവാധിപനും കൂടി ബലമില്ലാതെ നിൽക്കുകയാണെങ്കിൽ പാർട്ട്ണറുടെ ജാതകത്തിന് ഇതുപോലെ ആഗ്നേയ ഗ്രഹങ്ങളും അതേപോലെ 7-ാം ഭാവാധിപനും ബലഹീനനായിരിക്കുന്ന ജാതകം ചേർക്കാൻ പാടില്ല. 7-ൽ സൂര്യനും ചൊവ്വയും നിൽക്കുന്ന പെൺകുട്ടിയുടെ ജാതകമാണെങ്കിൽ 7-ൽ സൂര്യനോ ചൊവ്വയോ ശനിയോ ബന്ധം വരുന്ന ആൺകുട്ടിയുടെ ജാതകം ചേർക്കാൻ പാടില്ല. കാരണം ലഗ്നത്തിൽ നിന്നാലും 7-ലേക്ക് നോക്കിയാലും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വീണ്ടും ഈ പറഞ്ഞ വിവാഹം ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥ വരും. അത് വരാതിരിക്കണമെങ്കിൽ പാർട്ട്ണറുടെ ജാതകത്തിൽ ഈ പാപമൂല്യം നോക്കുമ്പോൾ 7-ലെ ഈ 2 മാർക്ക് മാത്രമേ കണക്കാക്കത്തുള്ളൂ. പക്ഷേ ഈ ഗ്രഹങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. അവിടെ വരുന്ന തെറ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 2 സൂര്യനും ചൊവ്വയും നിന്നാൽ ദോഷബലം. സൂര്യൻ നിന്നാൽ എന്ത്? സൂര്യൻ നിന്നാൽ ഉപേക്ഷിക്കപ്പെടും, ചൊവ്വ നിന്നാൽ കലകം. ഇത് 2 നിൽക്കുമ്പോൾ പാർട്ട്ണറുടെ ജാതകത്തിലും അതേപോലെ വന്നാൽ അതേപോലുള്ളൊരവസ്ഥ വരും. പക്ഷേ ഈ പാപസാമ്യവും പാപമൂല്യം വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 7-ൽ 2 മാർക്ക് അത് മാത്രമേ ഇടുന്നുള്ളൂ. ആ ഗ്രഹത്തിനെ ശ്രദ്ധിക്കുന്നില്ല. അത് പാരൻസ് ശ്രദ്ധിക്കുന്നില്ല. ജ്യോത്സ്യന്മാർക്ക് ഈ മാർക്ക് ഇടാൻ മാത്രമേ അറിയത്തുള്ളൂ. അവർക്ക് ഗ്രഹങ്ങളുടെ കാര്യങ്ങൾ അറിയണ്ട. ഏതെങ്കിലും ഒരാൾ വന്ന് എന്തെങ്കിലും മാർക്കിൻ്റെ അകത്ത് സാമ്യപ്പെടുത്തി വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ 2 മാർക്കാണ് അവിടെ തെറ്റ് പറ്റുന്നത്. ആ മാർക്ക് എന്തിൻ്റെ മാർക്കാണ്? അവിടെ ഒരു ജീവിതമാണ് മാർക്കിനകത്ത് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് പാപമൂല്യം എന്ന് പറഞ്ഞ് സ്വയം കുഴി സ്വന്തമായിട്ട് ഏറ്റെടുത്ത് കുഴിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ പ്രേക്ഷകരോടും കുട്ടികളുടെ പേരൻസിനോടും പറയാനുള്ളത്. പാപസാമ്യം, നക്ഷത്രപ്പൊരുത്തം തീർത്തും അശാസ്ത്രീയമാണ്, തള്ളിക്കളയുക. നമ്മുടെ ജീവിതത്തിൽ വിവാഹം എന്ന് പറയുന്നത് ഒരു മഹനീയ മുഹൂർത്തമാണ്. ആ മുഹൂർത്തത്തിനെ നമ്മൾ ഒത്തൊരുമയോട് കൊണ്ടുവരുന്ന എന്തെല്ലാം സാഹസങ്ങളാണ് അനുഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിനു വേണ്ടിയിട്ട് ഈ ജാതകപ്പൊരുത്തം നോക്കി, അതുപോലെ തന്നെ നക്ഷത്രപ്പൊരുത്തം നോക്കി ജീവിതം നശിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവരികയാണ്. അത് വളരെ നിർഭാഗ്യകരമാണ്. നമ്മൾ വീണ്ടും വീണ്ടും ഇതുപോലെ എപ്പിസോഡുകൾ അവതരിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സന്ദർഭം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട്
നല്ല രീതിയിലൂടെ നല്ല പാതയിലൂടെ സഞ്ചരിക്കാൻ ഒരു അവസരത്തെ ഒരുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ചർച്ചാവേദിയെ സംഘടിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ 7ാം ഭാവം, അതായത് വിവാഹ ഭാവത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനിയും അത് തുടരും, അടുത്ത എപ്പിസോഡിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുവരെ ഇനി കാണും വരെ നന്ദി, നമസ്കാരം. ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രത്തിന്റെ ജ്യോതിഷഭൂഷണം, വാസ്തു എന്നീ കോഴ്സുകളുടെ പുതിയ ബാച്ചുകളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9846 710 702 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക.